ചൈനീസ് സിവിലൈസേഷൻ. ചൈനീസ് സിവിലൈസേഷന്റെ തുടക്കം എന്ന് പറയുന്നത് BCE 2070 മുതലാകുന്നു. ചൈനയിലെ ആദ്യ രാജവംശത്തിന്റെ പേരാകുന്നു ഷിയ ഡൈനസ്റ്റി. ഈ ഷിയ രാജവംശത്തിൽ നിന്നുമാണ് ചൈനീസ് സിവിലൈസേഷൻ ആരംഭിക്കുന്നത്. ഹൊയാങ്ങോ നദീ തീരത്താണ് ചൈനീസ് സിവിലൈസേഷൻ ആരംഭിക്കുന്നത്. ഹൊയാങ്ങോ നദിയെ മഞ്ഞ നദി എന്നും ചൈനയുടെ ദുഃഖമെന്നും പറയപ്പെടുന്നു. മഞ്ഞ നദി എന്ന ഹൊയാങ്ങോ നദിയെ പറയാനുള്ള കാരണം ഈ നദിയിൽ ഉയർന്ന അളവിൽ മഞ്ഞ നിറമുള്ള ലോസ് സോയിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. ഹൊയാങ്ങോ നദിയെ ചൈനയുടെ ദുഃഖം എന്ന് പറയാനുള്ള കാരണം ഈ നദിയിലെ വെള്ളത്തിലുണ്ടാകുന്ന ഉയർച്ച താഴ്ചകളാണ് ചൈനയുടെ ഗതി തീരുമാനിച്ചിരുന്നത്. ഒരുപാട് ഫ്ലഡ് ഈ നദി കാരണമായി ചൈന നേരിട്ടിട്ടുണ്ട്. BCE 221 മുതൽ BCE 206 വരെയുള്ള 15 വർഷങ്ങൾ നീണ്ടുനിന്ന ചൈനീസ് രാജവംശത്തിന്റെ പേരാകുന്നു ചിൻ ഡൈനസ്റ്റി. ഈ ചിൻ ഡൈനസ്റ്റിയുടെ സ്ഥാപകന്റെ പേരാകുന്നു ഷിഹുവന്തി. ഷിഹുവന്തിയുടെ കാലത്താണ് ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, അതായത് ചൈന വൻമതിലിന്റെ പണി തുടങ്ങിയത്. പിന്നീട് ചൈന വൻമതിലിന്റെ പണി ഇന്ന് കാണുന്ന രീതിയിൽ പൂർത്തീകരിച്ചത് AD 1644 അതായത് ഈ ചൈന വൻമതിലിന്റെ പണി തുടങ്ങി 1865ഓളം വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ചൈന വൻമതിലിന്റെ പണി പൂർത്തീകരിച്ചത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിച്ചാൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു തരാം. ചിൻ രാജവംശത്തിലെ ഷിഹുവന്തി രാജാവിന്റെ കാലത്താണ് ചൈന വൻമതിലിന്റെ നിർമ്മാണം ആരംഭിച്ചത് എന്ന് എഴുതിയാൽ മതി. ഇനി ഈ ചിൻ ഡൈനസ്റ്റിയിലെ ഷിഹുവന്തി രാജാവ് എത്ര വർഷത്തോളം ഭരണം നടത്തി? 15 വർഷത്തോളം ഭരണം നടത്തി. അത് BCE 221 മുതൽ BCE 206 വരെയായിരുന്നു. ചൈനയുടെ വടക്ക് ഭാഗത്ത് നിന്നുള്ള ഹ്യൂണന്മാരുടെ ആക്രമണം തടയാൻ വേണ്ടിയിട്ടാണ് ചൈന വൻമതിൽ നിർമ്മിച്ചത്. ചിൻ രാജവംശത്തിലെ ഷിഹുവന്തി രാജാവിന്റെ കാലത്താണ് ചൈന വൻമതിലിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതും. അത് BCE 221 ടു BCE 206 വരെയുള്ള കാലഘട്ടമാണ് ഷിഹുവന്തി രാജാവിന്റെ കാലഘട്ടം. ഭൂമിയിലെ ഏറ്റവും നീളമേറിയ മനുഷ്യനിർമ്മിതിയാണ് ചൈനയിലെ വൻമതിൽ. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 21,196 കിലോമീറ്റർ ആകുന്നു. ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഈസ് ദ ലോങ്സ്റ്റ് ഹ്യൂമൻ മെയ്ഡ് സ്ട്രക്ചർ ഓൺ എർത്ത് വിത്ത് എ ലെങ്ത് ഓഫ് 21,196 കിലോമീറ്റർ. ഏൻഷ്യൻ ചൈനയിലെ ചില പ്രധാന കണ്ടുപിടുത്തങ്ങളൊക്കെ ഒന്ന് പറയാം. വടക്ക് നോക്കി യന്ത്രം, കടലാസ്, അച്ചടി, ലോഹക്കണ്ണാടി, പട്ടുവസ്ത്ര നിർമ്മാണം, ഭൂകമ്പമാപിനി, പട്ടുനൂൽ കൃഷി ഇവയെല്ലാം കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന റിട്ടൺ എക്സാം എന്ന സിസ്റ്റം കൊണ്ടുവന്നതും ചൈനക്കാരാണ്. ഏൻഷ്യൻ ചൈനയിലെ പ്രധാന മതങ്ങളായിരുന്നു കൺഫ്യൂഷ്യനിസം, താവോയിസം. കൺഫ്യൂഷ്യനിസം എന്ന മതത്തിന്റെ സ്ഥാപകൻ കൺഫ്യൂഷ്യസ് ആണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാകുന്നു ദ അനലക്സ്. താവോയിസം എന്ന മതം സ്ഥാപിച്ചത് ലാവോസു ആകുന്നു. താവോയിസത്തിന്റെ പുണ്യഗ്രന്ഥമാകുന്നു താവോ ചിങ്. ചൈനയിലെ ഗൗതമ ബുദ്ധൻ എന്നാണ് ലാവോസു അറിയപ്പെട്ടത്. ലാവോസുവിന്റെ വാക്കുകളാകുന്നു: നിങ്ങൾ കലഹത്തിന് പുറപ്പെടാതിരുന്നാൽ ആർക്കും നിങ്ങളോട് കലഹിക്കാനാവില്ല. ഇത് ലാവോസുവിന്റെ വാക്കുകളാകുന്നു. BCE 8-ാം നൂറ്റാണ്ടോടെ ചൈനീസ് സിവിലൈസേഷനിൽ 18 സിറ്റി സ്റ്റേറ്റ്സുകളാണ് ഉയർന്നു വന്നത്. ആ സമയത്ത് ചൈനയിലെ ഗൊയാങ്ങിലെ ചൗ ഗവൺമെന്റാണ് ഈ 18 സിറ്റി സ്റ്റേറ്റ്സിന്റെയും ഭരണം നിയന്ത്രിച്ചിരുന്നത്. പിന്നീട് BC 3-ാം നൂറ്റാണ്ടോടെ ചിൻ, ചു, ഏഹി എന്നീ 3 പവർഫുൾ നേഷൻസ് ചൈനയിൽ നിലവിൽ വന്നു. ഇതിൽ മുമ്പ് പറഞ്ഞ് നമ്മൾ ഓർക്കുന്നുണ്ടാകുമല്ലോ, ഇതിൽ ചിൻ വംശത്തിലെ, അതായത് ചിൻ ഡൈനസ്റ്റിയിലെ ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു ഷിഹുവന്തി. ഷിഹുവന്തിയുടെ കാലത്താണ് ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ പണി തുടങ്ങിയത്.